ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഇതിൽ ആകെ 2-3 എൻ്റെ ഫേവറേറ്റ്സ് ഉണ്ട്. അതാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറില്ല. ഈ ലിപ്സ്റ്റിക്കൊക്കെ വെറുതെ ഇവിടെ ഇരിപ്പാണ്. അതാണ് ഭയങ്കര വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇങ്ങനെ പാത്രത്തിലല്ല, അവിടെ കബോർഡ് നിറഞ്ഞിരിക്കുക ലിപ്സ്റ്റിക് കൊണ്ട്. ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് സേഫായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സേഫായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പ് കളക്ഷൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മേക്കപ്പ് കളക്ഷൻ്റെ വീഡിയോ ഇടാൻ വേണ്ടി ആലോചിച്ചപ്പോഴാണ് മേക്കപ്പ് കളക്ഷൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ആയിപ്പോൾ. 1 മണിക്കൂർ അത്രയൊക്കെ വേണ്ടി വരും. കുറേ സാധനങ്ങൾ അല്ലറ ചില്ലറ ഓരോന്നോരോന്ന് അവിടെ ഇവിടെ കാണുമ്പോൾ മേടിച്ച് വെച്ചിട്ട് നിറച്ച് സാധനങ്ങൾ ഇരിക്കുകയാണ്. അതിനുള്ള ടൈമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓഫ് ആകെ ഒരു ദിവസം ആഴ്ചയിൽ കിട്ടുള്ളൂ. അന്ന് ദിവസം എന്തൊക്കെ ചെയ്യണം എന്തോ അങ്ങനെ അറിയില്ല, എല്ലാം വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കാമെന്ന്. കുറേ പേര് ലിപ്സ്റ്റിക് കളക്ഷനൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഞാൻ ലിപ്സ്റ്റിക്ക് ഏത് യൂസ് ചെയ്യണേ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. മിക്കതും ഞാൻ ഒരു ലിപ്സ്റ്റിക് കൊണ്ട് തൃപ്തിപ്പെടാറില്ല. 2-3 മിക്സ് ചെയ്ത് വരുമ്പോഴാവും എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളറൊക്കെ വരിക. അങ്ങനെയൊക്കെയാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടാറ്. എപ്പോൾ എന്തെടുത്ത് പോയാലും അപ്പോൾ നമുക്കൊരു തോന്നും. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നോക്കുമ്പോൾ അയ്യേ ഇതെന്തിങ്ങനെ, അങ്ങനത്തെ ഒരു ഇതാണ് എപ്പോഴും എനിക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഇതിൽ വരാറ്. കുറേ ലിപ്സ്റ്റിക് അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ നമ്മൾ ക്രേസിൽ മേടിക്കും. ചിലതാണെങ്കിൽ ഡ്രൈ ആയിട്ട് പോവും, ചിലതാണെങ്കിൽ ഒരുമാതിരി വരണ്ട്. കുറേ കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് ആ പെർഫെക്റ്റ് ആയിട്ട് ഷെയ്ഡായിട്ട് ഇരിക്കുക, അങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ല. എനിക്ക് ഇതുവരെ എൻ്റെ ഷെയ്ഡ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു ബന്ധമില്ലാത്ത ഷെയ്ഡുകളാണ് ഞാൻ ഇട്ട് നടക്കണത്. ഒരു ബന്ധം ഉണ്ടാവില്ല. എല്ലാം കൂടി മിക്സൊക്കെ ചെയ്തിട്ട് വേറൊരു എൻ്റെ ലെവലിലുള്ള ഷെയ്ഡ് ഞാൻ ഇട്ട് നടക്കും. അപ്പോൾ ഇന്ന് ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ആ ബെൽ ബട്ടനും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ടോപ്പ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. വെറും 250 റുപ്പീസേ ഉള്ളൂ. നല്ല ടോപ്പാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. ഞാനിങ്ങനെ ഷോർട്ട് കുർത്തി ഒന്നും ഇടാറില്ല. ഞാനൊരു എന്തുട്ടാണ് അതിൽ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നിയപ്പോൾ വാങ്ങിച്ചത്. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ജീൻസിൻ്റെ കൂടെയൊക്കെ ഒരു നല്ല ഒരു ഷോർട്ട് കുർത്തിയാണ്. കണ്ട പഫ് സ്ലീവൊക്കെ ആയിട്ട് നല്ല ഒരു സിമ്പിളായിട്ട് വർക്കിന് പോകാനാണെങ്കിലും കോളേജ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റിയൊരു അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക് കളക്ഷനെ കുറിച്ച് പറയണമെങ്കിൽ അത് വല്ലാത്തൊരു കഥകളാണ്. പല സാധനങ്ങൾ പല സ്ഥലത്ത് പോകുമ്പോൾ മേടിക്കും. ചിലതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല. കാണുമ്പോൾ അപ്പോൾ നമുക്ക് തോന്നണ ഒരു ഇൻട്രസ്റ്റ് തോന്നും ചില കളറൊക്കെ കാണുമ്പോൾ. പക്ഷെ വീട്ടിൽ വന്നിട്ട് 2 ദിവസം ഇട്ട് നോക്കുമ്പോൾ പിന്നെ മടുക്കും. ചിലതൊന്നിനും കൊള്ളൂല. അങ്ങനത്തെ സാധനം ചിലത് ഇട്ടാലും എന്തൊക്കെ ചെയ്താലും ആ ലിപ്സ്റ്റിക്ക് പോവില്ല. അതാണ് ഏറ്റവും ഒരച്ചൊരച്ചൊരച്ച് ഭ്രാന്ത് വരും റിമൂവർ കൊണ്ട്. അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക് കളക്ഷൻ നിങ്ങൾ കാണാൻ കൊതിക്കുന്ന ഇതാണ്. ഞാൻ പെട്ടിയിലല്ലാട്ടെ, ഞാൻ എൻ്റെ കബോർഡിലാണ് വെച്ചിരിക്കണത്. ഇപ്പം എല്ലാം കൂടി കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടി സൗകര്യത്തിനാണ് ഞാൻ ഇങ്ങനെ പെട്ടിയിലൊക്കെ ആക്കി കൊണ്ടുവന്നത് കേട്ടോ. കണ്ടോ, ഇത്രയാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. കുറേ ഉണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പം ഞാൻ ആദ്യം ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ലിപ്സ്റ്റിക്കുകളെ പരിചയപ്പെടാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മളെ ബ്ലൂ ഹെവൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് തീർന്നു. പുതിയത് വാങ്ങിക്കണം. ഞാൻ ഈ എന്താ പറയുക റെഡ് അങ്ങനത്തെ ഷെയ്ഡൊക്കെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് ഇടുമ്പോൾ അടിയിൽ അണ്ടർ ടോണായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ച് വെച്ചേക്കണതാണ്. നല്ലൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നമുക്ക് അധികം ലിപ്സ്റ്റിക്ക് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. ഞെക്കി കഴിഞ്ഞു കണ്ട ഒരു തുണ്ടൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ അത്രയ്ക്കും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെന്ന് തോന്നൂല്ല. 199 100ൻ്റെ സംതിങ് ഉള്ളൂ. കണ്ടില്ല, ബ്ലൂ ഹെവൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഒരു സിമ്പിൾ ലുക്കിനൊക്കെ പറ്റിയൊരു ഷെയ്ഡാണ്. അപ്പം നമുക്ക് അടുത്തത് ടെസ്റ്റ് ചെയ്യാം. അടുത്തത് നമ്മുടെ
മാബെലിൻ പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ്. ഇത് ഞാൻ മേടിച്ചപ്പോൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 600 599 അങ്ങനെ റേഞ്ച് ആയിരുന്നു. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മേടിച്ചതാണ് കേട്ടോ. നല്ല ലിപ്സ്റ്റിക്കാണ്, പക്ഷെ നമ്മൾക്ക് സാധാരണക്കാർക്ക് എഫോർഡ് ചെയ്യാൻ പറ്റില്ല. എന്നാലും പക്ഷെ നല്ല ഷെയ്ഡൊക്കെയാണ്, നല്ല റെഡാണ് കേട്ടോ. ഞാൻ ഇട്ടിട്ട് തീർത്തു. നല്ല സ്മെല്ലാണ് ഇതിന്, അതാണ് ഇതിൻ്റെ മെയിൻ. കുറേ നേരം സ്റ്റേ ചെയ്യും. നല്ലൊരു സ്മെല്ലാണ് ഇതിന്, എത്ര നേരം വേണമെങ്കിലും അത് നിൽക്കും. നല്ലൊരു എന്താ പറയുക, എനിക്കിഷ്ടമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അത്. ഞാൻ വല്ല പാർട്ടിക്ക് അങ്ങനത്തെ കാര്യത്തിനൊക്കെ പോകുമ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണ് ഉപയോഗിക്കാറ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് പയനീർ 20 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ലതാണ് കേട്ടോ. കുറേ ദിവസമായി ഞാൻ ഉപയോഗിച്ച് അത്രയും നാൾ ഉപയോഗിക്കാൻ പറ്റിയൊരു, എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ലൊരു മാച്ചായിട്ടുള്ള റെഡാണ്. റെഡും അല്ല പിങ്കും അല്ല, അങ്ങനത്തെ ഒരു നല്ലൊരു നമ്മുടെ ഫേസിനൊന്ന് ബ്രൈറ്റ് ആക്കും, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലിപ്സ്റ്റിക്ക് ഇടാൻ വലിയ ബുദ്ധിമുട്ടില്ലേ, റിമൂവ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. നമുക്ക് അടുത്ത ലിപ്സ്റ്റിക്ക് ഇട്ട് നോക്കാം കേട്ടോ. അടുത്തത് വന്നിട്ട് ഡാസ്ലറിൻ്റെയാണ് കേട്ടോ. DLC 004 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഒരു ഗ്രേപ്പ് വൈൻ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇതും അതെ, അധികം ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ലൈറ്റായിട്ട് ഇടാൻ പറ്റിയൊരു ടോണാണ് കേട്ടോ. നല്ലൊരു കളറാണ്, കണ്ടില്ലേ? എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഞാൻ അധികം ഇതൊന്നും യൂസ് ചെയ്യാറില്ല. എനിക്ക് അയാൾ ലിപ്സ്റ്റിക്ക് ഇട്ടുമെന്ന് അറിയണം, പക്ഷെ പോവാനും പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇടാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാവണം എന്നില്ലല്ലോ. ഇട്ടത് വൈകുന്നേരം വരെ ഇരിക്കണം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അങ്ങനത്തെയാണ് ഞാൻ കൂടുതൽ മാറ്റ് അങ്ങനത്തെ ലിപ്സ്റ്റിക്കുകളാണ് ഉപയോഗിക്കാറ്. ഞാൻ ഇപ്പം അടുത്ത ലിപ്സ്റ്റിക്ക് നോക്കാട്ടോ. അടുത്തത് ഒരു ലിപ് ടിൻ്റാണ് കേട്ടോ. ചീക്കി പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ് ടിൻ്റാണ്. ഇത് നിക്കി സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ലൊരു ഇതാണ്, ടിൻ്റാണ്. ഞാൻ ലിപ്പിൽ യൂസ് ചെയ്യാനും ഉപയോഗിക്കാം നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ഇവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ലിപ് ടിൻ്റാണ്. ഒരു കൊറിയൻ ലുക്കിനൊക്കെ പറ്റിയ ഷെയ്ഡാണ് കേട്ടോ. കണ്ടില്ലേ? കണ്ടോ? നമുക്ക് ഫേസിലൊക്കെ ഉപയോഗിക്കാം. ഒരു നാച്ചുറൽ ലുക്ക് തരാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു, കണ്ടില്ലേ? നല്ലൊരു ലിപ് ടിൻ്റാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് നമുക്ക് സ്റ്റുഡിയോയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഞാനിത് റീസെൻ്റായിട്ട് വാങ്ങിച്ചതാണ്. വെറും 149 ഉള്ളൂ. അപ്പോൾ ഷെയ്ഡ് വന്നിട്ട് സോഫ്റ്റ് ബെറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ് കേട്ടോ. ഒരു ലൈറ്റ് ഷെയ്ഡാണ്. അത്രയ്ക്ക് മാറ്റാണെന്നൊന്നും പറയില്ല, വലിയ ലോങ് ലാസ്റ്റിംഗ് അല്ല, എന്നാലും സിമ്പിളായിട്ട് നമുക്ക് എവിടേക്കെങ്കിലും പോകാൻ വെയർ ചെയ്യാൻ പറ്റിയൊരു ഷെയ്ഡാണ്. കണ്ടില്ലേ? ചെറിയൊരു പിങ്കല്ല, പിങ്കിൻ്റെ അത്രയും ലൈറ്റായിട്ടുള്ളൊരു ടോണാണ്. ഇനി നമുക്ക് അടുത്ത ലിപ്സ്റ്റിക്ക് നോക്കാം. അപ്പം നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം കേട്ടോ. ഇതും സ്റ്റുഡിയോയുടെ തന്നെയാണ്. ഇതെനിക്ക് ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെ അടിയിലൊക്കെ ഇടാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ. ചോക്കോ കറേവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ന്യൂഡിൽ പെടുന്നൊരു ഷെയ്ഡാണ്.
നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഇതും അടിപൊളിയാണ്, ഇതെനിക്കിഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ലിപ്സ്റ്റിക്ക് നോക്കാം കേട്ടോ. ഇത് ഡാസ്ലറിൻ്റെ ഒരു ഷെയ്ഡാണ്, DLC C3 ഡാസ്ലറിൻ്റെ ഒരു ബ്രൗൺ ഇതിലേക്ക് പെടുന്നൊരു ഷെയ്ഡാണ്. നമുക്ക് ഡാർക്ക് ലുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഷെയ്ഡാണ് കേട്ടോ. കണ്ടല്ലേ, കണ്ടില്ലേ, നമുക്കൊരു പ്ലംബി ലുക്ക് കണ്ടില്ലേ, ആ ഫേസിനൊക്കെ ഒരു ഗ്ലോ പോലെയൊക്കെ തോന്നില്ലേ, അതെ, ഒരു ബ്രൗൺ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ല ഷെയ്ഡാണ്. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം കേട്ടോ. അടുത്തത് ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ മേടിച്ചതാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. കളറൊക്കെ മാഞ്ഞു പോയി. മെറ്റാലിക് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം കുറച്ച് സിൽക്കി ആയിട്ടുള്ള ഷെയ്ഡാണ്, ഞാൻ യൂസ് ചെയ്യാറില്ല. ഒരു ഓറഞ്ച് സിൽക്കായിട്ടുള്ള ഒരു തരം അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നമുക്കൊരു മെറ്റാലിക് ലുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പം നമ്മൾ അടുത്ത ലിപ്സ്റ്റിക്ക് നോക്കാട്ടോ. അടുത്തത് മെബലിൻ്റെ ആണ് കേട്ടോ. ഇത് നല്ലൊരു ഷെയ്ഡാണ്, ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഷെയ്ഡാണ്. അയ്യോ, ബെസ്റ്റ് ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ഒരു പീച്ച് അണ്ടർ ടോണിലൊക്കെ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് അറിയാത്ത ഒരു തരത്തിലുള്ള, പക്ഷെ ഇതൊന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, കാരണം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ആൾക്കാരെ അറിയണം, അങ്ങനത്തെ ലിപ്സ്റ്റിക്കാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും അടിയിൽ ഷെയ്ഡ് മിക്സ് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. തീർന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടാവൂലേ? ഇല്ല, ഇത് തുടങ്ങിയിട്ടുള്ളൂ. ഒരു ലോഡ് വരാനിരിക്കുന്നേ ഉള്ളൂ ലിപ്സ്റ്റിക്ക്. നമുക്ക് അടുത്ത ലിപ്സ്റ്റിക്ക് നോക്കാം. ഇതാണ് നിങ്ങൾ കാണേണ്ട മെയിൻ ഷെയ്ഡുകൾ. നമ്മളിപ്പോൾ പരസ്യത്തിലൊക്കെ കാണുന്നുണ്ടാവും, നമ്മൾ ആഡൊക്കെ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റഗ്രാം വാട്സപ്പൊക്കെ ഇത് ചെയ്യുമ്പോൾ ആഡിൽ കാണുന്നുണ്ടാവും, ഒരു 1 രൂപയ്ക്ക് നമുക്ക് ലിപ്സ്റ്റിക്ക് വീട്ടിലെത്തും, ഡെലിവറി ചാർജ് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട്. ഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ ഓർഡർ ചെയ്തതാണിത്, 4 എണ്ണം. പക്ഷെ കളർ കണ്ടപ്പോണ്ടല്ലോ അടിപൊളി കളറുകൾ. നമുക്കതിൽ കാണുമ്പോൾ നമുക്ക് അവിടെ വാങ്ങിക്കാൻ തോന്നും, അതാണ് പ്രശ്നം. വാങ്ങിച്ച് വീട്ടിലെത്തിയപ്പോഴോ നമുക്കൊരു ബന്ധമില്ലാത്ത കളറുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇത് നമുക്കൊരു ബന്ധമില്ലല്ലോ, നമ്മൾ കണ്ട കളറല്ലല്ലോ, ഒക്കെ കത്തി നിൽക്കണ കളറുകളാണ്. നല്ല ലൈറ്റായിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിന്നുകാർക്കൊക്കെ ഓക്കെ ആവും, പക്ഷേ എൻ്റെ ഷെയ്ഡിനൊന്നും ഒരിക്കലും ഓക്കെ ആവില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഒരെണ്ണം മാത്രം നല്ലൊരു കുഴപ്പമില്ലാത്ത ഷെയ്ഡുണ്ട്, ബാക്കിയൊക്കെ ഓറഞ്ച് അങ്ങനത്തെ ഒക്കെ ലൈറ്റർ ഷെയ്ഡാണ്. ഞാനതൊക്കെ എന്തിനെങ്കിലും റെഡൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇടാറ്. എന്തായാലും അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്താ അതിൻ്റെ അവസ്ഥ എന്ന്. നിങ്ങൾ കാണണം ഗൈസ്. ഇതാണ് റിഫ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഗ്ലാമിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, ഇട്ട് കഴിഞ്ഞാൽ പോവില്ല. കണ്ടില്ലേ, ഒരു ഭംഗിയില്ലല്ലോ. ഇതങ്ങോട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒയ്യോ ഞാൻ പെട്ടു, അതായിരുന്നു. നോക്കി എണ്ണിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ലിപ്സ്റ്റിക്ക്, വേഗം കളയാതെ നല്ലത്, കണ്ടിട്ട് വിഷമാവാ. ഇപ്പോഴൊരു സമാധാനമായ. അപ്പം നമുക്കിനി അടുത്തത് ഇട്ട് നോക്കട്ടെ. അടുത്തത് ഇതുപോലത്തെ ഒക്കെ ഒരു എന്തുള്ളതാണ്. ഇത് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഷുഗർ മാമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതൊക്കെ ഗ്ലാമിൻ്റെ ആണ് കേട്ടോ. ഇത് ഇതും കത്തി നിൽക്കണ ഒരു
ഫ്ലൂറോസെന്റ് കത്തി നിൽക്കണ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. പക്ഷെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് നല്ല ഭംഗി ഉണ്ടാവും. എനിക്കിത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതിട്ട് ഡ്രൈ ആകുമ്പോഴാണ് വിറ്റ്. ഇത് പോവില്ല, വേറൊരു തരം ഷെയ്ഡാവും. ഇതാണ് എനിക്ക് ഏറ്റവും ദേഷ്യം. ഭയങ്കര ഡ്രൈ ആവും കേട്ടോ. ഗ്ലാമിൻ്റെ പോവില്ല, അത് 24-48 മണിക്കൂർ വേണമെങ്കിലും വെക്കാം. പക്ഷെ ഭയങ്കര ഡ്രൈ ആവും. നമ്മളെപ്പോഴും ഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും ലിപ് ബാം അപ്ലൈ ചെയ്യണം. കാരണം പെട്ടെന്ന് ഡ്രൈ ആവും നമ്മുടെ ലിപ്സ് ഇങ്ങനത്തെ കാരണം. ഇതൊന്നും എനിക്കിഷ്ടമില്ലാത്ത ഷെയ്ഡുകളാണ്. എന്നാലും ഞാൻ പിന്നെ വാങ്ങിച്ചതല്ലേ എന്ന് വെച്ചിട്ടൊരു സൈഡിൽ വെച്ചിക്കണതാ. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. സമാധാനായി. ഇനി നമുക്ക് അടുത്ത ലിപ്സ്റ്റിക്ക് നോക്കട്ടെ. അടുത്തതും ഞാൻ പറഞ്ഞ പോലത്തെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഗ്ലാമിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടത്. നല്ലൊരു ഷെയ്ഡാണ്. ഒരു നാച്ചുറൽ കണ്ടില്ലേ, ഇത് നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതെനിക്ക് ഈ ഗ്ലാമിൽ ഉപയോഗിച്ചിട്ട് എനിക്കിഷ്ടമായ ഒരു ഷെയ്ഡാണിത്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു നാച്ചുറൽ ടോൺ തരുന്നുണ്ട്. ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ല ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഇത് മിക്സ് ചെയ്യാറില്ല കേട്ടോ. ഇതിടുമ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാറ്. കാരണം എനിക്കിത് ഇഷ്ടമായി. ബാക്കിയുള്ളതിൻ്റെ പോലെ അത്രയ്ക്ക് ഷോകല്ലേ. ഇത് നല്ലൊരു ഇതാണ് കേട്ടോ. കണ്ട, റിമൂവ് ചെയ്യാനാണെങ്കിൽ ഭയങ്കര പാടാ. വെളിച്ചെണ്ണയൊക്കെ ഇട്ട് റിമൂവ് ചെയ്യേണ്ടി വരും. അത്രയ്ക്കും പാടാ. കുറേ നേരം നിൽക്കും. അത് എത്ര നേരം വേണമെങ്കിലും നിൽക്കും. അത്രയ്ക്കും മാറ്റും ആണ്. ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് അയ്യാ 4 ലിപ്സ്റ്റിക്കുകളും കൂടി ബാക്കിയുണ്ട് ഗായ്സ്. നമുക്കിനി അടുത്ത ലിപ്സ്റ്റിക്ക് നോക്കാം. നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് എവിടെ? അടുത്തത് മാമാർത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ചിർപ്പി ചെറി എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. നല്ല ഷെയ്ഡാണ് കേട്ടോ. കഴിഞ്ഞു ഞാൻ ഉപയോഗിച്ച് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ, ഡെയിലി ലുക്കിനൊക്കെ നമുക്ക് നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഷെയ്ഡ്. മാമേർത്തിൻ്റെ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യേണ്ട ലിപ്സ്റ്റിക്ക്. വലിയ കുഴപ്പമൊന്നും എനിക്ക് വലിയ ഡ്രൈ ആയിട്ട് തോന്നിയിട്ടില്ല. കുറേ നേരം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇഷ്ടപ്പെടും. കണ്ടില്ലേ, നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് മാത്രമേ എനിക്ക് മാച്ചായിട്ട് തോന്നിയിട്ടുള്ളൂ എൻ്റെ ഫേസിന്. ഇങ്ങനത്തെ ഒരു കളറ്. നമ്മൾക്ക് അടുത്ത ലിപ്സ്റ്റിക്ക് അടുത്തതൊരു ഡാസിലറിൻ്റെയാണ്. DLC 003 എന്ന് പറഞ്ഞിട്ടൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ ഷെയ്ഡുകൾ. അതൊക്കെ ഞാൻ ഒറ്റയ്ക്കിടാറില്ല. എനിക്കൊരു ഭംഗിയില്ലല്ലോ, അതാ പറഞ്ഞു. ഇതൊന്നും ഞാൻ ഒറ്റയ്ക്കിടാറില്ല. എന്തിൻ്റെങ്കിലും കൂടെ മാത്രമേ ഇടാറുള്ളൂ. അങ്ങനെ ഇടാത്ത ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡാണ്. വലിയ കുഴപ്പമില്ല എന്ന് പറയാം. എന്നാലും കുറച്ച് കഴിഞ്ഞാൽ ഫേസ് ഡള്ളായ പോലെ തോന്നും ഇങ്ങനത്തെ ഷെയ്ഡൊക്കെ ഇടുമ്പോൾ. നമ്മുടെ സ്കിന്നിന് ബ്രൗൺ അങ്ങനത്തെ സ്കിന്നിന് സ്യൂട്ടല്ല അധികം. പക്ഷെ പെട്ടെന്ന് പോവും. അധികം നേരം നിൽക്കില്ല കേട്ടോ ഡാസിലറിൻ്റെ. ഇനിയിപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് മിക്ക ദിവസവും ഇടണം ഇപ്പോഴത്തെ ഒരു ഷെയ്ഡാണ്. ഭയങ്കര അഫോർഡബിളാണ്. നമ്മളൊക്കെ എല്ലാ സ്റ്റുഡിയോയിലും കിട്ടും. ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ടാണ് പർച്ചേസ് ചെയ്തത്. അതിന് ശേഷം ഞാൻ ഇതന്നെ ഇടണുള്ളൂ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ലിപ് മോസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോയിലെ ഒരു ലിപ്സ്റ്റിക്കാണ്. വെറും 149 റുപ്പീസ് ഉള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല അഫോർഡബിളാണ്. കുറേ നേരം നിൽക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. വെൽവെറ്റ് മാറ്റാണ്.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആട്ടോ. കണ്ടില്ലേ, ഇതെൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്. നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്യൂട്ടാവും കേട്ടോ. ബ്രൗൺ സ്കിൻകാർക്കും എല്ലാ ഷെയ്ഡുള്ള സ്കിൻകാർക്കും സ്യൂട്ടാവുന്നൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലിപ്സ്റ്റിക് കളക്ഷൻ ചോദിക്കേണ്ടായിരുന്നു എന്ന്. കാരണം ഇത്രയും ലിപ്സ്റ്റിക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞാനും പ്രതീക്ഷിച്ചില്ല. ഞാനിപ്പോൾ എല്ലാം കൂടി എടുത്ത് നോക്കുമ്പോൾ ഓരോ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുമ്പോഴും ഇങ്ങനെ ഇട്ടിട്ട് വയ്ക്കും, നോക്കാറൊന്നുമില്ല. അപ്പോൾ ഇപ്പം നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലേന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ലിപ്സ്റ്റിക് കളക്ഷൻ്റെ വീഡിയോ. മേക്കപ്പ് കളക്ഷൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരു 2-3 ദിവസം ഫ്രീ ഉള്ളപ്പോൾ ചെയ്യും. കാരണം കുറച്ച് ലോങ് ആയിരിക്കും. കാരണം കുറേ ഉണ്ട്, ഒരു കബോർഡ് മൊത്തം മേക്കപ്പ് കളക്ഷൻ്റെ സാധനങ്ങളാണ്. അതൊന്നും ഇത് കഴിഞ്ഞാൽ തീരില്ല. അത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു നോക്കി. എനിക്കെപ്പോഴും ഈ മേക്കപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി. കാരണം ഓരോ സാധനങ്ങൾ പുതിയത് കാണുമ്പോൾ പുതിയത് വാങ്ങിച്ച് വെക്കും. പിന്നെ യൂസ് ചെയ്യാൻ സമയം കിട്ടിയില്ല അതിങ്ങനെ എടുത്ത് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് വെക്കും. അങ്ങനത്തെ ഒരു പരിപാടിയുള്ള കാരണം അങ്ങനെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ലിപ്സ്റ്റിക് കളക്ഷൻ്റെ വീഡിയോ. അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.